അടുത്ത വർഷത്തിനിടയിൽ നീ മരിക്കണോ അല്ല അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ്. ബറാഅത്തിന്റെ രാവ് വരാൻ പോകുന്നു. പതിവ് പോലെ 3 യാസീൻ ഓതുന്ന സ്വഭാവം മഗ്രിബിന് ശേഷം അതേ 3 യാസീൻ ഓതണം, സൂറത്തു ദുഖാൻ ഓതണം. എന്നിട്ടോ റബ്ബിനോട് ദുആ ചെയ്യണം. കാരണം ആ രാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അതേ മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞില്ലേ, ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം. ഓ ചെറുപ്പക്കാരാ, എന്നും രാത്രി നീ ടെറഫിൽ പോയി കളിക്കുന്നവനാണല്ലോ, ആ ബറാഅത്തിന്റെ രാവിലെങ്കിലും ടെറഫിലെ കളി ഒന്ന് നിർത്തണം മോനെ. ഓ വാല് കേൾക്കുന്ന പെങ്ങള്, എന്നും കൈവെള്ളയിലെ മൊബൈൽ നോക്കിയിട്ട് കിടക്കുകയല്ലേ? ബറാഅത്തിന്റെ രാവിലെങ്കിലും മൊബൈൽ ഒന്ന് മാറ്റി വെക്കണം മോള്. കാരണം ബറാഅത്തിന്റെ രാവ് അരേ 1 വർഷത്തേക്കുള്ള നിന്റെ അവധി നിശ്ചയിക്കുന്ന രാവാണ്. നിന്റെ റിസ്ക് തീരുമാനിക്കപ്പെടുന്ന രാവാണ്. നിനക്ക് ആരോഗ്യം വേണോ രോഗം വേണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ്. മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവനുണ്ടോ? കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ? അതുപോലെയുള്ളവരിലേക്ക് അല്ലാഹു തആല അന്നും അവരിലേക്ക് നോക്കില്ല. അതുകൊണ്ട് ബറാഅത്തിന്റെ മുന്നോടിയായി എല്ലാ മക്കളോട് ഞാൻ പറയാണ്, ഓ ജീവിതത്തിൽ സ്വല്പമെങ്കിലും ഉമ്മാനോട് പിണങ്ങിയവരുണ്ടാകും, ബാപ്പാനോട് പിണങ്ങിയവരുണ്ടാകും. ആ ഉമ്മാനോട് പൊറുക്കലിന് ചോദിക്കണം, ബാപ്പാനോട് പൊറുക്കലിന് ചോദിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ. അന്ന് രാത്രി നിങ്ങൾ ധാരാളം നിസ്കരിക്കൂ, പകല് നിങ്ങൾ നോമ്പ് നോൽക്കൂ. അന്നത്തെ രാവിലെ അല്ലാഹു തആല അടിമകളെ വിളിച്ചിട്ട് ആവശ്യപ്പെടുകയാണ്, അലാമിൻ മുസ്തർസിഖീൻ, എന്നോട് റിസ്ക് ആവശ്യപ്പെടുന്നവനുണ്ടോ? ഞാൻ അവന്റെ റിസ്ക് നൽകാൻ തയ്യാറാണ്. അലാമിൻ മുസ്തഗ്ഫിരീൻ, മാപ്പ് ചോദിക്കുന്നവനുണ്ടോ? മാപ്പ് നൽകാൻ ഞാൻ റെഡിയാണ്. ഇതുപോലെ എന്നോട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ദുആ ചെയ്യാൻ ഉള്ളവനുണ്ടോ? അവന്റെ പ്രയാസം നീക്കിത്തരാൻ ഞാൻ റെഡിയാണ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ബറാഅത്തിന്റെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ആ രാവിൽ നന്നായി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം.